Namaskaram Chelsea fans, football fans, welcome back to Chelsea Current channel. Chelsea transfer video. Here we launch. ട്രാൻസ്ഫർ സീസണിൽ ചെൽസിയുടെ ട്രാൻസ്ഫർ വീഡിയോ ഇല്ല. ട്രാൻസ്ഫർ സീസണിൽ ചെൽസിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാനില്ല എന്ന് പറഞ്ഞാൽ ഇതാണോ ഒരു ട്രാൻസ്ഫർ? ഇതോ അംഗം? ചെറുപാലയം വിടാത്ത കുട്ടികളുടെ കളിക്ക് കൊടുത്തതോ അംഗം എന്നാണ് ടോഡ് ബോളിയുടെ ചോദ്യം. വേർ ഇസ് ചെൽസി ഇൻ ദ ട്രാൻസ്ഫർ വിൻഡോ? അവസാനം നമ്മൾ വാർത്തകൾ കേൾക്കുന്നു അമാൻഡോ ബ്രോയ. സോ നമുക്ക് ഒരു പക്ഷെ നമുക്ക് അമാൻഡോ ബ്രോയിൽ തുടങ്ങാം, ബിക്കോസ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് സോളിഡസ്റ്റ് ഓഫ് ദ ഇന്ത്യ ടുഡേ. കാരണം അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനോ. അമാൻഡോ ബ്രോയ ഈസ് സെലബിൾ ആൻഡ് ചെൽസിയുടെ വാല്യുവേഷൻ ഫോർ അമാൻഡോ ബ്രോയ ഏകദേശം 50 മില്യൺ ആണ്. ഫെയർ പ്രൈസ്. ഫുൾഹാം വുൾഫ്സ് ഇൻട്രസ്റ്റഡ് ആണ് അമാൻഡോ ബ്രോയനെ സൈൻ ചെയ്യാൻ. നോട്ട് സർപ്രൈസ്ഡ് അറ്റ് ഓൾ. ആൻഡ് ഒരു പക്ഷെ കാണുന്ന പ്രേക്ഷകരൊക്കെ പറയും എടുത്ത് വിറ്റ് കളാന്നൊക്കെ പറയും. നമ്മൾ വി ഷുഡ് ബി കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിരിക്കണം ചില സമയത്തൊക്കെ. ഞാനും അലമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇവന്റെ ഒരു കേസിൽ വളരെ ചെറുപ്പമായിട്ടുള്ള ഒരു പയ്യനാണ്. ഇഞ്ചുറി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നൊരു പയ്യനാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് കളിയെ കാണുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരും. ഞാനും ചീത്ത പറയുന്നു, എല്ലാം സ്വാഭാവികം തന്നെ. ബട്ട് ചെക്കന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. ഫുൾഹാം വോൾഫ്സ് എന്ന് പറഞ്ഞ ക്ലബ്ബിൽ പോയി കളിക്കുമ്പോൾ നല്ല ക്ലബ്ബുകളാണ്. പക്ഷെ എന്നാലും ചെൽസിയിൽ കളിക്കുന്നതിന്റെ ആ ഒരു പ്രഷറും എക്സ്പെക്ടേഷനും ഇല്ലാത്തൊരു സ്ഥിതിക്ക് ഒരു പക്ഷേ ഹി ക്യാൻ ഗ്രോ. ആ ഒരു വളർച്ചയിൽ ചിലപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു ബൈബാക്ക് ക്ലോസ് എന്തായാലും വെക്കുമായിരിക്കും. മേ ബി ഒരു 80-90 മില്യൺ സ്ട്രൈക്കറായി മാറട്ടെ എന്നുള്ള വിധ ആശംസകൾ മാത്രമുള്ളൂ. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ യെസ്. ബട്ട് ദെൻ ദ ക്വസ്റ്റ്യൻ ഇസ് നമ്മുടെ അവസ്ഥ എന്താണ്? സ്ട്രൈക്കറിന്റെ അവസ്ഥയാണ്. ഇറ്റ്സ് വെരി ക്ലിയർ. നമ്മളിപ്പോൾ ഒരു സ്ട്രൈക്കറിന്റെ പുറകെ പോകുന്നില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. നോ ഡെസ്പറേഷൻ അറ്റ് ഓൾ ഫോർ എ സ്ട്രൈക്കർ. എൻകുങ്കു തിരിച്ചു വരുന്നുള്ള ഒരു ഉറപ്പിൽ നിൽക്കുന്നു. പിന്നെ ഡേവിഡ് വാഷിംഗ്ടൺ സെക്കൻഡറി ചോയ്സ് സ്ട്രൈക്കർ ഉണ്ട്. ജാക്സൺ എന്നാലും ഫെബ്രുവരി മിഡ് വരെ അല്ലെങ്കിൽ ഫെബ്രുവരി വരെ അവൈലബിൾ അല്ല. ബട്ട് ആ ഒരു കോൺഫിഡൻസിലാണ് പോകുന്നത്. റിസ്ക് ആണ്, ബട്ട് വർത്ത് ടേക്കിംഗ് എ റിസ്ക്. ട്രാൻസ്ഫർ അറിയാലോ, കുറച്ച് മേ ബി അടുത്ത മത്സരത്തിലേക്ക് അവൈലബിൾ ആയിരിക്കും. ചിലപ്പോൾ നോക്കണം, നമ്മുടെ അടുത്ത മത്സരത്തിൽ സെക്കൻഡ് ലെഗ് ഓഫ് മിഡിൽസ്ബ്രോയ്ക്ക് എതിരെ അമാൻഡോ ബ്രോയനെ കളിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഓർമ്മിപ്പിക്കാം ഈ ട്രാൻസ്ഫർ ഏകദേശം സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത്. സർപ്രൈസ് അല്ല ന്യൂസ്. ഗുഡ് ഫോർ ദ ക്ലബ്, ഗുഡ് ഫോർ ദ പ്ലെയർ. 50 മില്യൺ, പ്രത്യേകിച്ച് നമ്മുടെ FFP. നമ്മൾ FFPയിൽ പെട്ടിട്ടില്ല മക്കളെ. എന്താണെന്ന് അറിഞ്ഞൂടാ. സോ ഫാർ വി ഹവ് ബീൻ ഡൂയിങ് ഗുഡ്. ഇനിയിപ്പോ മാറുമോ ഇല്ലോ എന്നുള്ളത് അറിയില്ല, ബട്ട് സോ ഫാർ വി ഹവ് ബീൻ ഡൂയിങ് ഗുഡ്. സോ അമാൻഡോ ബ്രോയ 50 മില്യൺ. നമ്മളൊരു സ്ട്രൈക്കറിന്റെ പുറകെ പോകുന്നില്ല. എന്താണ് ഗ്യോക്രേസോ? നമ്മുടെ ഗ്യോക്രേസ്, അവരുടെ പ്രൊനൗൺസിയേഷൻ ഞാൻ എപ്പോഴും മറന്നു. പുള്ളിക്കാരന് വേണ്ടി 80 മില്യൺ 5 മില്യൺ ഒക്കെ ബിഡിട്ടു എന്നൊക്കെയുള്ള വാർത്ത കേൾക്കണം. അതെല്ലാം എന്നുള്ളത് ഫെബ്രുവരി റൊമാനോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 100 മില്യൺ ആണ് വാല്യുവേഷൻ. അങ്ങനെ ഒരു 80 മില്യൺ ഒന്നും നമ്മൾ ആ പ്ലെയറിനെ ബിഡ് ഇട്ടിട്ട് പോലുമില്ല. വിക്ടർ ഓസിമെനെ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ സമ്മറിലെ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ, അതും പറഞ്ഞിട്ടുണ്ട്. സോ വൺ തിങ് ഇസ് വെരി ക്ലിയർ, അഗ്രസീവ്ലി നോട്ട് ഗോയിങ് ഫോർ എ സ്ട്രൈക്കർ അറ്റ് ദിസ് മൊമെന്റ്. ഈവൻ അമാൻഡോ ബ്രോയ പോയാലും എന്നുവെച്ചാൽ മാസീവ് സർപ്രൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു യെസ്, അമാൻഡോ ബ്രോയ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രൈക്കർ, മേ ബി ഡേവിഡ് വാഷിംഗ്ടനെ അവിടെ യൂസ് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിലുള്ളതാണ്ടാവാം. വി ഡോണ്ട് നോ ദാറ്റ് യെറ്റ്. എന്നാലും ഒരു ടോപ്പ് ലെവൽ ക്വാളിറ്റി സ്ട്രൈക്കർ എന്നാലും ഈ ട്രാൻസ്ഫറിൽ വരാനുള്ള സാധ്യത കുറവാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഒന്നിലേക്ക് ഒരു നല്ല ക്വാളിറ്റി സ്ട്രൈക്കർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചാളും കൂടെ സഫർ ചെയ്യുക. എനിക്ക് തോന്നുന്നു ലിവർപൂൾ വെർജിൽ വാൻ ഡൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തതുപോലെ തന്നെ ലെറ്റ്സ് ഗെറ്റ് എ ഗുഡ് ക്വാളിറ്റി സ്ട്രൈക്കർ അപ്പ് ഫ്രണ്ട്. അത് മാത്രമേ പറയാനുള്ളൂ. ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായം കൊണ്ട് മാത്രമല്ല എക്സ്പോഷറും കൂടെ വേണം. ഹൈ ലെവൽ കളിക്കും. സോ എക്സ്പീരിയൻസ് പ്ലെയർ വിത്ത് ഹൈ ലെവൽ ഓഫ് എക്സ്പോഷർ. സോ ദാറ്റ്സ് വൺ ന്യൂസ്. പിന്നെ കേൾക്കുന്നത് ചാലബയുടെ സെയിൽ നമ്മൾ പണ്ടേ ഉറപ്പിച്ചു വെച്ചതാണ്. സോ പ്രോബബ്ലി ഒരു ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ഡിസ്കഷൻ വരുന്നുണ്ട്. ദാറ്റ് കുഡ് ബി വൺ പോസിബിലിറ്റി. സോ ചാലബ ഈസ് അനദർ ഔട്ട് ഗോയിങ്. കോണർ ഗാലഹറിന്റെ വാർത്തകൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് തണുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ് ബി വെരി റിഡിക്കുലസ് ചെൽസി കോണർ ഗാലഹറിനെ ഇപ്പൊ വിൽക്കാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുന്നത്. നിങ്ങൾക്ക് കോണർ ഗാലഹറിനോട് അനിഷ്ടം ഉണ്ടാവാണ്ടിരിക്കാം, അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ. ബട്ട് ഒരു ചെൽസി ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ച്, അവരുടെ പ്ലെയേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ഒരു പ്ലെയർ ഈ സീസണിൽ നമ്മൾ പോയി വിൽക്കുക എന്ന് പറയുന്നത് വെറും ശുദ്ധ മണ്ടത്തരമായിരിക്കും. അത് വെറുതെ നമ്മൾ ഫാൻസിനെയും കോച്ചിനെയൊക്കെ ഇങ്ങനെ നമ്മളിട്ട് ഇങ്ങനെ കറപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഒരു പ്ലെയറിനെ നമ്മൾ വിൽക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ മച്ചാൻ എന്തെന്നാലും ഉണ്ടാവും. പിന്നെ ആരും അങ്ങനെ ഇല്ല. യാൻ മാറ്റസൺ ഓൾറെഡി പോയി ബൊറൂസിയ ഡോട്ട്മൻഡിലേക്ക് ലോണിൽ വേണ്ടി പോയിരിക്കുകയാണ്. അവർക്കും ഉണ്ട് ബൈ ഓപ്ഷൻ ഉണ്ട്. ഏകദേശം ഒരു 33-35 മില്യൺ യൂറോസിന്റെ ഒരു ബൈ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് തന്നെ അവൻ ആദ്യം തന്നെ ഒരു അസിസ്റ്റ് ഒക്കെ കൊടുത്തു.
സോ ഇതുവരെ ചെൽസി വാർത്തകളിൽ അങ്ങോട്ട് പോകുന്നവരെ മാത്രമേ കേൾക്കുന്നുള്ളൂ, ഇങ്ങോട്ട് ആരും വരുന്നൊന്നുമില്ല. ആൻഡ് വി ആർ ബീങ് വെരി വെരി കെയർഫുൾ. നമ്മൾ ചുമ്മാ കണ്ണും പൂട്ടി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതിന് പകരം ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. നോക്കിയും കണ്ടും പറ്റിയ ക്വാളിറ്റി സ്ട്രൈക്കറിനെ മാത്രം സൈൻ ചെയ്യുകയാണെങ്കിൽ സൈൻ ചെയ്താൽ മതി എന്നുള്ളതാണ്. ആൻഡ് ആദ്യത്തെ 2 ട്രാൻസ്ഫറിൽ അത് തന്നെയായിരുന്നു. വി വാണ്ടഡ് പ്ലേയേഴ്സ്, വി ഗോട്ട് ദ പ്ലേയേഴ്സ്. ഇതിനുപരി ഇക്വഡോറിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു ക്രിമിനൽ അറ്റാക്സ് അഗൈൻസ്റ്റ് ഒരുപാട് പേര് നടക്കുന്നുണ്ട്. അതിൽ ചെൽസി ആർ പ്രൊവൈഡിങ് സെക്യൂരിറ്റി ഫോഴ്സസ് ഫോർ കെൻഡി പേയേഴ്സ് ആൻഡ് ഈ പറയുന്ന മോയിസസ് കൈസോഡോന്റെ ഫാമിലിയിൽ വേണ്ടി ചെൽസി കൊടുക്കുന്നു എന്ന വാർത്തകൾ പറയുന്നുണ്ട്. അത് കൺഫേംഡ് അല്ല, ഒഫീഷ്യലി ആരും കൺഫേം ചെയ്യില്ല. അവിടെ ക്രിമിനൽ ഓർഗനൈസേഷൻസ് ഈ വരുന്ന പ്ലേയേഴ്സിനെ അല്ല സമ്പത്തുള്ളവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഇറ്റ്സ് പ്രെറ്റി അൺഫോർച്ചുനേറ്റ്. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലേക്ക് നോക്കുകയാണ്, അങ്ങനെയൊക്കെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ. കാരണം ഇവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ക്രിമിനൽ ഓർഗനൈസേഷൻ ടാർഗറ്റ് ചെയ്യുന്നത്? സോ ലോലെസ്നെസ് ഇല്ലാത്തതിന്റെ ഒരു ഇഷ്യൂ ഞാൻ നോക്കട്ടെ, അത് എക്സാക്ട്ലി ഇക്വഡോർ, അപ്പൊ അത് എക്സാക്ട്ലി എന്താന്നുള്ളത് അറിയാം. സോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ വയലൻസ് ആണ് നടക്കുന്നത്. റോയിട്ടേഴ്സിന്റെ ന്യൂസ് പ്രകാരമാണ്. അവൻ അപ്പം തന്നെ അവന് സൈൻ ചെയ്യണം, സൈൻ ചെയ്തില്ലെങ്കിൽ അവൻ ന്യൂസ് കാണിക്കില്ല. അപ്പോൾ ഫിസിക്കൽ വയലൻസ് ആണ് നടക്കുന്നത്. ഇക്വഡോർ ഫേസ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഉള്ള ചാലഞ്ചസും അതിന്റെ പേരിൽ നടക്കുന്ന വയലൻസും ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലെയേഴ്സിന് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഗവൺമെന്റിന്റെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പന്മാര് ഈ ഫുൾ അഡ്വർടൈസ്മെന്റും മറ്റതും വെച്ചുകൊണ്ട് നമുക്ക് പത്രം വായിക്കാൻ പറ്റില്ലല്ലോ, അതിലുള്ളൂ. വേഴ്സണിങ് സെക്യൂരിറ്റി സിറ്റുവേഷൻ. അതെ, ഗവൺമെൻ ആംഡ് വിത്ത് എക്സ്പ്ലോസീവ് സ്റ്റോമിങ് എ TV സ്റ്റേഷൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വേറെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതെനിക്ക് ചെറുതായിട്ടൊന്ന് പറയണം തോന്നി. ബട്ട് ഓവറോൾ കമ്മിങ് ബാക്ക് ടു ദ മെയിൻ സ്റ്റോറി, നത്തിങ് സീരിയസ്ലി ഹാപ്പനിങ്, നോട്ട് സർപ്രൈസിങ്. കാരണം കൺസിഡറിങ് നമ്മൾ ഇത്രയും ചെലവഴിച്ചിട്ട് ഏകദേശം 1 ബില്യൺ ട്രാൻസ്ഫർ ചെലവഴിച്ചു, നമുക്ക് സ്ട്രൈക്കറിന്റെ ഒരു അഭാവം വളരെ വളരെ വ്യക്തമാണ്. ബട്ട് ദ ബെറ്റേഴ്സ് എൻകുങ്കു ഇസ് ഗെറ്റിംഗ് ബാക്ക് ടു ഫിറ്റ്നസ്. അപ്പോൾ ഒരു സ്ട്രൈക്കറിന്റെ ഒരു കൊണ്ടുവന്നാൽ നമ്മൾ ഈ ഏതെങ്കിലും ആപ്പൂപ്പ സ്ട്രൈക്കറിനെ കൊണ്ടുവന്നിട്ട് പിന്നെ അവനെയും 24 മണിക്കൂർ നിന്ന് ചീത്ത വിളിക്കുന്നതിനേക്കാളും ഭേദം ജാക്സനെ തന്നെ നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഡേവിഡ് വാഷിംഗ്ടണും അവൈലബിൾ ആയിരിക്കുന്ന സ്ഥിതിയിൽ വേറൊരു സ്ട്രൈക്കറിനെ പുറകെ പോകുന്നില്ല. ഇഫ് യു ഗെറ്റിംഗ്, ലെറ്റ്സ് ഗെറ്റ് എ ഗുഡ് സ്ട്രൈക്കർ. അതൊരു പക്ഷേ സമ്മറിലായിരിക്കും. അപ്പോഴത്തേക്കും പോച്ചറ്റിനോന്റെ കാര്യം ഒരു തീരുമാനം ആവുമല്ലോ. അതൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. വേറെ കാര്യമായിട്ട് ന്യൂസ് ഇല്ല. സിൽവയുടെ കോൺട്രാക്ട് ഡിസ്കഷൻസിനെ കുറിച്ച് വേറെ ഒന്നും വന്നിട്ടില്ല. കോണർ ഗാലറിന്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻസിനെ കുറിച്ചൊന്നും ഇതുവരെ ചർച്ച നടക്കുന്നില്ല. എല്ലാവരും അവിടെ ചില്ലായിട്ടിരിക്കുന്നു. കെപ്പാരിസബലാഗ മിക്കവാറും തിരിച്ചു വരും അടുത്ത ട്രാൻസ്ഫറിൽ. അതങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വാർത്തകൾ. ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. Signing off, SK as usual from Chelsea Karen.